കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോഴും പറഞ്ഞതാണ് ഉത്തരം വെട്ടാൻ പാടില്ല. ഫ്രണ്ട്സ് നിങ്ങൾ പറ, രസമല്ലല്ലോ, ഇതെന്റെ പെർമിഷൻ ഇല്ലാതെ വെട്ടിയതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നൊരു ഷോക്കിംഗ് സർപ്രൈസ് വീഡിയോ ആണ്. എൻ്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമാണ് എൻ്റെ മുടി വെട്ടണം എന്നുള്ളത്. ഞാൻ എൻ്റെ മുടി സ്വന്തമായിട്ടാണ് കട്ട് ചെയ്യല്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് സലൂണിൽ വരാമെന്ന്. അപ്പോൾ പപ്പ പറഞ്ഞിട്ടുണ്ട് എന്നോട് പ്രത്യേകം മുടി ഇത്ര ആവണ വരെ മുടി വെട്ടാനേ പാടില്ല ഫ്രണ്ട്സ്. അപ്പം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഗൈസ്. അപ്പം എന്തായാലും ചീത്തയൊന്നും പറയില്ല, പക്ഷേ പപ്പ വെട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ആം സോറി പപ്പ, ഞാൻ വെട്ടാൻ പോവാണ്. ഫ്രണ്ട്സ്, ഞാൻ ലാസ്റ്റ് ഒരു വർഷം മുന്നേ ഞാൻ മുടി ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷോർട്ടാക്കിയിട്ട് ഇവരെ സർപ്രൈസ് ആക്കുന്ന രീതിയിൽ അമ്മേനെയും പപ്പേനെയും. അപ്പം അത് ചെയ്തേന്നത് ഒരു ജെൻസിൻ്റെ ഷോപ്പിൽ പോയിട്ടാണ് ചെയ്തേന്നത്. ഒരു സലൂണിൽ പോയിട്ടാണ് ചെയ്തത്, പക്ഷേ ഒരു ആണേന്ന് ചെയ്തിരുന്നത്. അതേമാതിരി തന്നെ ഞാനിവിടെ ഒരു ജെൻസിൻ്റെ ഷോപ്പ് തപ്പി നടക്കുന്നത്. അങ്ങനെ ജെൻസ് തന്നെയാണ് ഗൈസ് കട്ട് ചെയ്യണത് ഹെയർ. സോ ഇറ്റ്സ് ഫൈൻ, അവർ കട്ട് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മോ പേരെന്താ? മർസ. എത്രല്ല പഠിക്കണേ? ആ, ദിയമ്മോളും 4. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് വോൾഫാണ് ഞാൻ വെട്ടണത്. ഇവർക്ക് വോൾഫൊക്കെ വെട്ടണോ? എത്ര പോവും? സാരി ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ. വോൾഫ് വെട്ടി കഴിഞ്ഞാൽ അത്ര അതിനുള്ള ഭംഗിയൊക്കെ വിട്ടുള്ളൂ. അന്ന് വെട്ടി അത്ര ഒന്നും കിട്ടുന്നത് അത്ര വെട്ടരുത്. പപ്പ വഴക്ക് പറയും, എന്നെ പറയുള്ളൂ വഴക്ക്. എത്രയോ? ബാക്കിലും അത്ര തന്നെ ആയിരിക്കും അതോ ഫ്രണ്ടിലോ? ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. ഏതാ തീരുമാനിച്ചോ? ദിയമോക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ദിയമോക്ക് ഹെയർ കട്ട് ചെയ്യണം എന്നാ പറയണത്. തെറ്റിപ്പോയതാണ്. ഒരാളിവിടെ തെറ്റിരിക്കുകയാണ്. എനിക്ക് മുഖം തരുന്നില്ല. ഇവിടെ തിരിയതാണ്. നിങ്ങൾ തന്നെ പറ, ഈ മുടി കണ്ടിട്ട് വെട്ടാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. കളർ ചെയ്തോണ്ടാണ് ഇത്ര ഭംഗി കിട്ടുന്നത് അല്ലേ? ആ, കളറ് ഹെയർ ഷോർട്ടായി. സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രസം. നിങ്ങള് തെറ്റി നിൽക്കാട്ടോ. ഗൈസ്, അപ്പം ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അധികം ഷോർട്ടും ആയില്ല, പിന്നെ അധികം മീൻസ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് തന്നു. ഐ എം സോ താങ്ക്ഫുൾ. ഇത് വോൾഫ് കട്ടാണ് ഗൈസ്. ഇത് അവർ വോൾഫ് കട്ടാണ് അടിച്ചു തന്നേക്കുന്നത്. നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അടിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോകാം. എൻ്റെ പപ്പയാണ് നമ്മുടെ ടാർഗറ്റ്. പപ്പ ഇങ്ങനെ പക്ഷെ വലുതായിട്ട് കട്ട് ചെയ്തൊന്നും അറിയണില്ല. ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്തപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇനി സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. വെട്ടിക്കൊണ്ടിരുന്നു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നല്ല സർവീസാണ് ഇവിടെ.
നമ്മൾ ഒരു വട്ടം കൂടെ ഇവിടെ വരുന്നുണ്ട്. പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് മുടിന്റെ ലെങ്ത് ഒന്ന് മറച്ചു വെക്കട്ടെ. അല്ല വലുതായിട്ട് വെട്ടിന്ന് അറിയുന്നില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഡാഡി അങ്ങോട്ട് തിരിഞ്ഞിക്കുകയാണ്. ഡാഡി എന്ത് തീയമോള് പറയണേ? ആ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ഇത്ര വെട്ടാൻ പാടില്ല ഞാൻ പറഞ്ഞു. എന്നോടൊരു മാസം കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോയില്ലേ, ഭംഗി പോയില്ലേ, കൂടി തിരിഞ്ഞേ തിരിഞ്ഞേ വലുതായിട്ട് അറിയുന്നില്ല അല്ലേ? ഞാൻ ഫസ്റ്റ് അമ്മേനോട് പറഞ്ഞത് ബോബയാന്നാണ്, പിന്നെ പപ്പ ഇത്ര ഉണ്ടായിരുന്നു. അതെ എന്നോട് ചോദിച്ചു, 2-3 വട്ടം ചോദിച്ചു. ലെയർ അടിക്കാനാണ് പറഞ്ഞിട്ട്, വളർത്തിട്ട് ലെയർ അടിക്കാനാണ് പോണ പറഞ്ഞിട്ട്. ഇത് ഗോൾഫ് വാവ കൊറേ നേരം ഉണ്ട് തെറ്റിടക്കുന്നു. വാവ മുഖം തന്നിട്ടേ ഇല്ല. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവിടെ. ആണോ? നല്ലായിരുന്നു. പ്രൊമോഷൻ അല്ല പക്ഷെ ഇനി കളർ ചെയ്യാനൊക്കെ വരണം. ഇവിടെ ആദ്യമായിട്ട് വരാം. ഇത് നിലമ്പൂര് ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് കേട്ടോ. അല്ലല്ല ജെൻസും ഉണ്ട് ലേഡീസും ഉണ്ട്. സാലോൺ അല്ലേ? അതാണ് സ്റ്റാൻഡ് കേട്ടോ, പുതിയ സ്റ്റാൻഡ് അവിടെ. അതെ അതിന്റെ ഓപ്പോസിറ്റ് ദേവ് സ്കൂൾ ബസ് ഇറങ്ങുന്ന സ്ഥലമാണ്. അതെ. ഈ ഷോപ്പ് അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളെ ലൈഫ് ലിവിംഗിൽ 100K അടിച്ചപ്പോ ഈ ഷോപ്പ് നമ്മള് കേക്ക് വാങ്ങി. ശരിയാണ് കേട്ടോ. ഓർമ്മ കുറച്ച് കൂടുതലായതുകൊണ്ട് പോലെ. അതെ അതെ കൊള്ളൂല, ബോറ് രസമല്ല. ഫ്രണ്ട്സ് നിങ്ങൾ പറ രസമല്ലല്ലോ. ഇതെന്റെ പെർമിഷൻ ഇല്ലാതെ വെട്ടിയതാണ്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ മുടി വെട്ടി ഇതാ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ആൻഡ് പപ്പ ഈസ് സോ എക്സൈറ്റഡ് ആൻഡ് സർപ്രൈസ്ഡ് ആൻഡ് ഷോക്ക്ഡ്. മുടി ഇത്ര വെട്ടരുതെന്ന് പറഞ്ഞ് ഞാൻ ഇത്ര വെട്ടി ഗൈസ്. ലെയർ അടിക്കുന്നതാണ് പപ്പ വിചാരിച്ചത്. ബട്ട് ഇവിടെ ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ. എന്താ പറ്റിച്ചിരിക്കാൻ? നമുക്ക് തീരെ പറ്റിയിട്ടില്ല ഞാൻ മുടി വെട്ടിയത്. എനിവേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾ ചോദിക്കും, ചിലപ്പോ കുറെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്തിനാ ദേവു അത്ര മുടി ഉണ്ടായിരുന്നതല്ലേ, എന്തിനാ വെട്ടിക്കളഞ്ഞെന്ന്. ആണോ? എന്നാ ഞാൻ സഹിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.